കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് സ്വാഗതം. നമ്മൾ ആരംഭിക്കുകയാണ്. പൊതുജനം കഴുതിയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ നിങ്ങൾക്കും ഈ പരിപാടിയുടെ ഭാഗമാകാം. ഏതെങ്കിലും ജനകീയ വിഷയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ നേരിട്ട് ഫോണിലൂടെ അറിയിക്കാം. 0484284510 ഈ നമ്പറിൽ ഫോൺ വിളിച്ച് ആ ജനകീയ വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. ദൃശ്യങ്ങൾ അയച്ചു തരേണ്ടതുണ്ടെങ്കിൽ, വാർത്തകൾ അയച്ചു തരേണ്ടതുണ്ടെങ്കിൽ അതിനും അവസരമുണ്ട്. 6235968937 ഈ നമ്പർ വഴി ദൃശ്യങ്ങളും വാർത്തകളുമൊക്കെ ഞങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യാം. ഇന്ന് LDF യോഗമുണ്ടായിരുന്നു. കുറേ നാളുകളായി സംസ്ഥാനത്ത് സജീവമായ ഒരു ചർച്ചാ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ നടപടികൾ പ്രതീക്ഷിച്ച ദിവസമാണ്. പക്ഷേ ഒന്നും ഉണ്ടായില്ല. ADGP MR അജിത് കുമാറിനെതിരെ തൽക്കാലം നടപടിയില്ല എന്നുള്ള വാർത്ത വരുന്നു. ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണം എന്ന് ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടുവെങ്കിലും മുഖ്യമന്ത്രി വഴങ്ങിയില്ല. ADGP RSS നേതാക്കളെ കണ്ടത് യോഗത്തിന്റെ അജണ്ടയിൽ പോലും ഉണ്ടായിരുന്നില്ല. RJD ആവശ്യപ്പെട്ടതനുസരിച്ചാണ് വിഷയം ചർച്ചയ്ക്കെടുത്തത്. CPIയും RJDയും NCPയും MR അജിത് കുമാറിനെ നീക്കണം എന്നാവശ്യപ്പെട്ടു. അന്വേഷണം നടക്കുകയാണെന്നും റിപ്പോർട്ട് വന്നതിന് ശേഷവും നോക്കാം എന്നുമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. ഇതിന് ഘടകകക്ഷികൾ വഴങ്ങുകയായിരുന്നു. യോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ADGP RSS നേതാക്കളെ കണ്ടത് ചർച്ച ചെയ്യണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ നിലപാടിൽ യാതൊരു വെള്ളവും വരുത്തില്ല. ഞങ്ങളാണ് ആദ്യം തീരുമാനം മുഖ്യമന്ത്രി പറഞ്ഞത് ഈ കാര്യം കൂടി, ഈ രാഷ്ട്രീയ പ്രശ്നം കൂടി അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരും. ADGP അജിത് കുമാർ അദ്ദേഹം RSSകാരുമായി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്താണ് അയാൾ കൂടിയാലോ നടത്തി, എന്താണ് ചർച്ച എന്നുള്ളതാണ് പ്രധാന പരിശോധിക്കേണ്ട വിഷയം. ഇത്തരം അന്വേഷണ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരെ സംരക്ഷിക്കില്ല, കടുത്ത നടപടിക്ക് വിധേയമാക്കും എന്ന് തന്നെയാണ് ഗവൺമെന്റ് നിലപാട്. ആ നിലപാടിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർവ്വവിധ പിന്തുണയും നൽകുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ, ന്യൂസ് ഡെസ്കിൽ നിന്ന് B ദിലീപ് കുമാർ എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം ഷഫീദ് റാവുത്തറിലേക്ക്. ഷഫീദ്, ഇന്നത്തെ LDF യോഗത്തിൽ സംഭവിച്ചത് എന്താണ് ഷഫീദ്? നിർണായകമായ LDF യോഗമായി ഇത് മാറും എന്നുള്ളതായിരുന്നു നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. കാരണം അത്രയധികം സമ്മർദ്ദം ഘടകകക്ഷികളുടെ ഭാഗത്ത് നിന്ന് ഇന്ന് ഈ യോഗത്തിന് തൊട്ടു മുൻപ് പോലും CPMനും മുഖ്യമന്ത്രിക്കും ഉണ്ടായിരുന്നു. അതായത് ADGP സംസ്ഥാന പോലീസിന്റെ തലപ്പത്തെ രണ്ടാമൻ അദ്ദേഹം RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇന്നലെ തന്നെ CPI സംസ്ഥാന സെക്രട്ടറി അവരുടെ നിലപാട് വ്യക്തമാക്കിയതാണ്. അത് ശരിയായ രീതിയല്ല എന്ന് മാത്രവുമല്ല ആ കൂടിക്കാഴ്ചയുടെ പൊരുളറിയണമെന്നൊക്കെ പറഞ്ഞതാണ്. അതിനുശേഷം RJDയും നിലപാട് വ്യക്തമാക്കി. യോഗത്തിന് കയറും മുൻപും സമാനമായ രീതിയിൽ RJD അവരുടെ നിലപാട് വ്യക്തമാക്കി. ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അത് CPMനോട് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടുവെന്നും വർഗീസ് ജോർജ് പ്രതികരിച്ചു. എന്നാൽ യോഗത്തിനെത്തിയ ശേഷം, യോഗത്തിന് തൊട്ടു മുൻപ് CPI സംസ്ഥാന സെക്രട്ടറിയും CPM സംസ്ഥാന സെക്രട്ടറിയും തമ്മിലൊരു കൂടിയാലോചന നടക്കുകയും CPIയുടെ നിലപാട് അക്കാര്യത്തിൽ CPMനെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിനും പിന്നാലെ യോഗം ആരംഭിച്ചപ്പോൾ യോഗത്തിന്റെ അജണ്ടയിൽ പോലും ഈ വിവാദങ്ങളോ വിഷയങ്ങളോ ഉണ്ടായിരുന്നില്ല. തുടർന്ന് ആദ്യം തന്നെ RJD അതായത് ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ വിവരം അത് ഈ യോഗത്തിൽ ചർച്ചയാക്കണമെന്ന് ആവശ്യപ്പെട്ടു. തുടർന്നാണ് അതൊരു ചർച്ചയായി ഉയർന്നത്. CPIയും RJDയും ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റണം എന്നുള്ള കാര്യം ശക്തമായി തന്നെ ആവശ്യപ്പെട്ടു. എന്നാൽ അതിനുശേഷം മുഖ്യമന്ത്രി ഇക്കാര്യത്തിലെ വിശദീകരണം അറിയിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി വിശദീകരിച്ച കാര്യം ഇങ്ങനെയാണ്: നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട്, അത് ഗൗരവമുള്ള അന്വേഷണം തന്നെ നടക്കുകയാണ്. വേണമെങ്കിൽ ഈ രാഷ്ട്രീയ വിഷയമടക്കമുള്ള കാര്യങ്ങളും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരും. റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ആവശ്യമെങ്കിൽ മാത്രം നടപടിയെടുത്താൽ പോരെ എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ വിഷയത്തിലെ മറുചോദ്യം. ഏതായാലും മുഖ്യമന്ത്രിയുടെ ആ ചോദ്യത്തിന് മുൻപിൽ കൂടുതൽ ആവശ്യങ്ങൾക്ക് നിൽക്കാതെ ആ യോഗം പിരിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട LDF കൺവീനർ TP രാമകൃഷ്ണനും സമാനമായ അഭിപ്രായം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് അന്വേഷണങ്ങൾ നടക്കുകയാണല്ലോ, അന്വേഷണം നടക്കട്ടെ, ഈ കൂടിക്കാഴ്ച നടത്തിയതിലല്ല അതെന്തായിരുന്നു അവർ ചർച്ച ചെയ്തത് എന്നുള്ള വിഷയമാണ് പരിശോധിക്കേണ്ടത് എന്നുള്ള ഒറ്റ നിലപാടിൽ LDF കൺവീനറും അദ്ദേഹത്തിന്റെ പ്രതികരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഏതായാലും ADGP MR അജിത് കുമാറിനെ സംരക്ഷിച്ച് തന്നെ പിടിക്കുകയാണ് മുഖ്യമന്ത്രി. ഏതെങ്കിലും തരത്തിൽ ഉടനടി ഒരു നടപടി ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഒരു പക്ഷേ നേരത്തെ ഉയർന്നതുപോലെ തന്നെ ഒരു സമവായ ഫോർമുല LDFൽ രൂപപ്പെട്ടിട്ടുണ്ടാകാം. മാത്രമല്ല PV അൻവറിനെ അക്കാര്യങ്ങൾ ധരിപ്പിച്ച് PV അൻവറിനെയും സമവായത്തിൽ എടുത്തോ എന്നുള്ളത് മാത്രമാണ് ഇനി അറിയേണ്ടത്. ഉന്മേഷ്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. B ദിലീപ് കുമാർ കൂടി ചേരുന്നുണ്ട്. ദിലീപ് കുമാർ, ഇതൊരു രാഷ്ട്രീയ വിഷയമായിട്ട് കൂടിയും മുന്നണി യോഗത്തിന്റെ അജണ്ടയിലേ ഉണ്ടായിരുന്നില്ല. ഭരണ വിഷയമായതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മറുപടി അംഗീകരിച്ചു. ഇത്തരത്തിൽ സാങ്കേതികമായ ഒരു മറുപടി
എങ്ങനെ കാണണം ഇതിനെ ദിലീപ് കുമാർ? ഉന്മേഷ്, ഇന്നത്തെ ഇടതുമുന്നണി യോഗത്തെ വിശേഷിപ്പിച്ചാൽ മല പോലെ വന്നു എലി പോലെ പോയി എന്നതാണ് ഈ ഘടകകക്ഷി നേതാക്കളടക്കം മുഖ്യമന്ത്രിയുടെ അഭിപ്രായം ഉൾക്കൊണ്ടുകൊണ്ട് ഇക്കാര്യത്തിൽ ADGP MR അജിത് കുമാർ മാറി നിൽക്കേണ്ടതില്ല, തൽക്കാലമെങ്കിലും മാറി നിൽക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി. അദ്ദേഹത്തെ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയുള്ള ADGP എന്ന നിലയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ അന്വേഷണം നടത്തുന്നതിനോട് ഘടകകക്ഷികൾ വഴങ്ങുകയും ചെയ്തു. മുഖ്യമന്ത്രി ഈ യോഗത്തിൽ ഉറച്ച നിലപാട് സ്വീകരിച്ചതോടെ ഘടകകക്ഷികൾക്ക് മറ്റ് വഴിയില്ല എന്നതായി. നേരത്തെ ഈ യോഗത്തിലേക്ക് പോകും മുമ്പ് നേതാക്കളൊക്കെ AKG സെൻറ്ററിൻ്റെ മുന്നിൽ വെച്ച് ഘടകകക്ഷി നേതാക്കൾ ഇക്കാര്യം ശക്തമായി തന്നെ ഉന്നയിക്കും എന്ന് പറഞ്ഞിരുന്നു. ശക്തമായി വിവിധ ഘടകകക്ഷികൾ ഇക്കാര്യം യോഗത്തിൽ ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ മുഖ്യമന്ത്രിയുടെ മറുപടി, ഒറ്റവാക്കിലുള്ള മറുപടിക്ക് അപ്പുറത്തേക്ക് വിശദമായ ചർച്ച ഇതിലുണ്ടായില്ല. ഇപ്പോൾ നടക്കുന്ന DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ ഈ വിഷയങ്ങളെല്ലാം ഉൾപ്പെടും എന്ന കാര്യം പറഞ്ഞു. മാത്രമല്ല, പിന്നീട് മാധ്യമപ്രവർത്തകരെ കണ്ട ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ പല വിഷയങ്ങളിലും PV അൻവർ ഉന്നയിച്ച വിഷയങ്ങളൊക്കെ തന്നെ ഈ വിഷയങ്ങളിൽ അന്വേഷണം നടക്കുകയാണ്. പക്ഷേ എല്ലാ ദിവസവും ഇങ്ങനെ വാർത്താ സമ്മേളനം നടത്തി പരാതികൾ പറയുന്നത് ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്ന കാര്യവും വ്യക്തമാക്കി. ഏതായാലും PV അൻവറിനെയും തഴയുന്നില്ല, MR അജിത് കുമാറിനെയും കൈവിടുന്നില്ല. ഈ നിലയിലാണ് ഇന്നത്തെ LDF യോഗം അവസാനിച്ചത്. ഉന്മേഷ്. ശരി, ദിലീപ് കുമാറാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇതിൽ സീന മുഹമ്മദ് പറയുന്നുണ്ട്, എല്ലാവരും ആരെയൊക്കെയോ ഭയപ്പെടുന്നത് പോലെ തോന്നുന്നു എന്ന ഈ മുന്നണി യോഗ തീരുമാനം കൂടി പുറത്തു വരുമ്പോൾ പൊതുസമൂഹത്തിനൊട്ടേറെ സംശയങ്ങളൊക്കെ ഉയർന്നൊരു വിഷയമായിരുന്നു. പക്ഷേ ആ യോഗത്തിലെ തീരുമാനം ഈ നിലയ്ക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നതും. നമ്മൾ അടുത്ത വാർത്തയിലേക്ക് കിടക്കുന്നു. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ വെള്ളക്കെട്ടിൽ ദുരിതത്തിലായിരിക്കുകയാണ് രോഗികൾ. OP ടിക്കറ്റ് എടുക്കാൻ രോഗികൾ വെള്ളത്തിലൂടെ പോകേണ്ട സ്ഥിതിയാണ്. അഴുക്കുചാലിലെ വെള്ളമാണ് വഴിയിലേക്ക് കവിഞ്ഞൊഴുകുന്നത് എന്ന് രോഗികൾ പറയുന്നു. പരിഹാരം കാണും എന്നാണ് കോർപ്പറേഷന്റെ വിശദീകരണം. OP ടിക്കറ്റ് കൗണ്ടറിനോട് ചേർന്നാണ് വലിയ വെള്ളക്കെട്ടുണ്ടായത്. ഇത് രോഗികളെയും അതുപോലെ കൂടെ വന്നവരെയും വലച്ചു. മാറ്റി സ്ഥാപിച്ച OP ടിക്കറ്റ് കൗണ്ടറിന്റെ ഭാഗത്താണ് വെള്ളക്കെട്ട്. ശക്തമായ മഴയിൽ സാഹചര്യം കൂടുതൽ ദുസ്സഹമായി. അഴുക്കുചാൽ അടഞ്ഞത് വെള്ളക്കെട്ട് രൂക്ഷമാക്കി. ഇവിടെ മഴ പെയ്തപ്പോൾ ഇവിടെ എങ്ങനെ വെള്ളം കൊണ്ടിട്ട് കടലിൽ പോയി നിന്നിട്ട് ഞങ്ങൾക്ക് രോഗികൾക്ക് അതും പോരാട്ടെ ഇവിടെ അഴുക്കുചാൽ നിന്നിട്ട് വരുന്ന വെള്ളം രോഗികൾ ചവിട്ടിയിട്ട് ഈ രോഗാണുക്കൾ പകരും. അതുകൊണ്ട് അതിനുള്ളൊരു സംവിധാനം വേണം. ഓട കവിഞ്ഞൊഴുകിയത് ദുരിതം ഇരട്ടിയാക്കി. മഴ നല്ല ശക്തമായിട്ട് മഴ പെയ്തിട്ടുണ്ട്. മഴൻ്റെ മാത്രമല്ല ഇത് അപ്പോൾ ഈ കട്ടറിന് പോലെ മുഴുവനും ചീത്ത വെള്ളമാണ് വരുന്നത്. അത് കണ്ടിട്ട് തന്നെ പോയിട്ട് അപ്പം ഇത് ടിക്കറ്റ് കിട്ടാഞ്ഞാൽ നമുക്ക് ഡോക്ടറെ കാണിക്കാൻ കഴിയില്ലല്ലോ. OP ടിക്കറ്റ് എടുക്കാൻ 2 പ്രാവശ്യം ഇപ്പോൾ ഞാൻ ഇതിൽ നടന്ന് ഈ വെള്ളത്തിൽ കൂടി നടപടി സ്വീകരിക്കുമെന്നാണ് കോർപ്പറേഷൻ വിശദീകരണം. നമുക്ക് ഈ ഒരു വർഷക്കാലത്ത് തന്നെ 3-4 തവണ ഇതേ രീതിയിൽ വെള്ളക്കെട്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ താൽക്കാലികമായിട്ട് നമ്മളത് പരിഹരിക്കും. ഒരു ശാശ്വത പരിഹാരം ഇതുവരെ ആയിട്ടില്ല. പരിഹാരം ആവണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള മുഴുവൻ ഡ്രെയിനേജുകളും തുറന്ന് അതിലുള്ള മണ്ണ് നീക്കിയാലേ പരിഹാരമാവും. ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ കോർപ്പറേഷനായി ബന്ധപ്പെട്ടപ്പോൾ സ്പെഷ്യൽ ഫണ്ട് അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. OP ടിക്കറ്റിനോട് ചേർന്ന കാഴ്ചയാണിത്. മാലിന്യം കൂമ്പാരമാക്കി ഇവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ശുചീകരണ തൊഴിലാളികൾ എത്തി ഓട വൃത്തിയാക്കിയതോടെയാണ് താൽക്കാലിക പരിഹാരമായത്. പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കപ്പെട്ടെങ്കിലും മഴ കനത്താൽ ഇനിയും രംഗം രൂക്ഷമാകും. കോർപ്പറേഷൻ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കോഴിക്കോട് നിന്ന് മുനീഫ് തിരൂരിനൊപ്പം സമീർ മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. താൽക്കാലിക പരിഹാരമായിരിക്കുന്നു ശുചീകരണ തൊഴിലാളികൾ എത്തി ഓട വൃത്തിയാക്കിയതോടെ. പക്ഷേ ശാശ്വത പരിഹാരം വേണ്ടേ എന്നതാണ് രോഗികളുടെ ചോദ്യം. പ്രതികരണങ്ങളിലേക്ക്. അധികൃതർ കൂടുതലായിട്ടൊരു ശ്രദ്ധ ഇങ്ങോട്ട് പതിപ്പിക്കണം, അത്രേ പറയാനുള്ളൂ. കാരണം സാധാരണ ജനങ്ങൾ ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വരുന്നത് ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരുപാട് പൈസ കൊടുത്തൊന്നും കാണിക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള ആൾക്കാരാണല്ലോ ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്നത്. അപ്പോൾ സാധാരണക്കാരിങ്ങനെയൊക്കെ ആയാൽ മതി എന്നുള്ളൊരു ആ ഒരു മനോഭാവം ഒന്ന് മാറ്റണം, അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഇട്ടുവെച്ചാൽ ഇവിടെ വരുന്ന രോഗികളും ഇപ്പോൾ ആ രോഗികൾ പല അസുഖവുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകളായിരിക്കും. അവർക്ക് ഇതേമാതിരി വെള്ളം ചവിട്ടി കഴിഞ്ഞാൽ പല രോഗങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഡെങ്കിപ്പനി, ഇങ്ങനെയുള്ള ഒരുപാട് പനികൾ ഈ ഉണ്ടായതിനെ കൊണ്ട് അപ്പോൾ ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ്. എല്ലാ രോഗികൾക്കും വരാനും പോകാനും കൊണ്ടുവരാനും ഒക്കെ പാടന്നല്ലേ. ഇതിപ്പോൾ ഇവിടെ ഈ OP ആയതിൻ്റെ രസം അപ്പോൾ ഇങ്ങനെ ആയത്.
അവിടെ ആകുമ്പോൾ പിന്നെ അങ്ങനെ ഇല്ലേനു. വെള്ളത്തിൽ കൂടെ നീന്തി പിടിച്ചതൊക്കെ എന്ത് വെള്ളമാണെന്ന് നമ്മളറിയോ. എന്താ ഇപ്പോൾ രോഗം, മഞ്ഞപ്പിത്തോ അതും ഇതും പല ലങ്കിപ്പനി പല പ്രശ്നങ്ങളും കണ്ടില്ല. ഇപ്പോൾ ഇതിപ്പോൾ ഏത് വെള്ളമാണെന്നുള്ള നമുക്കറിയോ. എന്ത് രോഗം അതിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മുറി പറ്റിയിട്ടുണ്ടെങ്കിൽ ആ മുറി കൂടെ അല്ല പ്രശ്നങ്ങളും രോഗങ്ങളും വരുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ ശാശ്വത പരിഹാരം വളരെ വേഗം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ വരുന്നൊരു വാർത്ത ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഓണക്കാലത്ത് കേരളത്തിന് 2 സ്പെഷ്യൽ ട്രെയിനുകൾ വരികയാണ്. അതിലൊന്ന് കൊച്ചുവേളി ഹൂബ്ലി എക്സ്പ്രസ് ആണ്, മറ്റൊന്ന് സെക്കന്ദരാബാദ് കൊല്ലം ഫെസ്റ്റിവൽ സ്പെഷ്യൽ ട്രെയിനാണ്. യാത്രാ തിരക്ക് കണക്കിലെടുത്താണ് ഇപ്പോൾ റെയിൽവേയുടെ തീരുമാനം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പൊതുജനം കഴുതല സർ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മളിനി കുറ്റകൃത്യങ്ങളുടെ വാർത്താ ലോകത്തിലേക്കാണ്. കേസ് ഡയറി. കലവൂരിലെ സുഭദ്ര കൊലപാതകം ആസൂത്രണം ചെയ്തത് മാസങ്ങൾ എടുത്താണെന്ന് തെളിയുന്നു. കൊലയ്ക്ക് മുൻപേ പ്രതികൾ പറമ്പിൽ കുഴിയെടുത്തു. കുഴിയെടുക്കാൻ വന്നപ്പോൾ സുഭദ്രയെ കണ്ടു എന്നാണ് മേസ്തിരിയുടെ മൊഴി. കാണാമറയത്തുള്ള ദമ്പതികൾ മൃതദേഹം മറവ് ചെയ്ത സ്ഥലത്ത് വീണ്ടും എത്തിയതിനും തെളിവുണ്ട്. പോലീസിനെ വട്ടം ചുറ്റിക്കുകയാണ് മാത്യൂസും ശർമിളയും. കടവന്ത്രയിൽ നിന്ന് കാണാതായ 73-കാരി സുഭദ്രയുടെ മൃതദേഹം എങ്ങനെയാണ് ആലപ്പുഴ കാട്ടൂരിൽ എത്തിയത്? ആരാണ് മാത്യൂസും ശർമിളയും? ഇവർക്ക് എന്തു ബന്ധമാണ് സുഭദ്രയുമായി ഉള്ളത്? ഈ ചോദ്യങ്ങൾക്കുള്ള അന്വേഷണം തേടുകയാണ് പോലീസ്. ഒപ്പം പ്രതികളെ പിടികൂടാനാകുമെന്ന ആത്മവിശ്വാസവും അന്വേഷണ സംഘം പങ്കുവെക്കുന്നു. സുഭദ്രയുടേത് ആസൂത്രിത കൊലപാതകമെന്ന് ഉറപ്പിക്കുകയാണ് അന്വേഷണ സംഘം. ഇതിന് ചില കാരണങ്ങളുമുണ്ട്. സുഭദ്ര മരിക്കുന്നതിന് മുൻപ്, കൊല്ലപ്പെടുന്നതിന് മുൻപ് ഈ വീട്ടിൽ ഒരു വലിയ കുഴി എടുത്തിരുന്നു. കുഴിയെടുക്കാൻ വന്ന ദിവസം സുഭദ്രയെ കണ്ടിരുന്നുവെന്നും കുഴിക്ക് ആഴം പോരാ എന്ന് പറഞ്ഞ് തന്നെ കൊണ്ട് വീണ്ടും മാത്യുവും ശർമിളയും ചേർന്ന കുഴി വെട്ടിച്ചെന്നും കുഴിയെടുക്കാനെത്തിയയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഈ കേസിലെ ഏറ്റവും വലിയ വഴിത്തിരിവാണ് ഈ മൊഴി. കാട്ടൂർ കോർത്തശ്ശേരിയിലെ ഈ വാടക വീട്ടിൽ വെച്ച് തന്നെയാണ് സുഭദ്ര കൊല ചെയ്യപ്പെട്ടതെന്നാണ് പോലീസിന്റെ നിഗമനം. എന്നാൽ എന്തിനു വേണ്ടി കൊലപാതകം നടത്തി എന്നതിന്റെ പൂർണ്ണമായ ഉത്തരം ലഭിക്കണമെങ്കിൽ പ്രതികളെ പോലീസിന് പിടികൂടിയേ മതിയാകൂ. എങ്കിലും ഇതുവരെയുള്ള പോലീസിന്റെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ സുഭദ്രയുടെ സ്വർണം കവരുക എന്നത് പ്രതികളുടെ പ്രധാന ലക്ഷ്യമായിരുന്നു. ഇരു കൂട്ടരും തമ്മിൽ സാമ്പത്തികമായ തർക്കമുണ്ടായിരുന്നു. ഒപ്പം പ്രതികളായ മാത്യൂസിനും ശർമിളയ്ക്കുമെതിരെ നേരത്തെ ക്രിമിനൽ കേസുകളും നിലവിലുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റ് 6-ന് കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു മിസ്സിംഗ് കേസ് 1 മാസത്തിനിപ്പുറം നാടിനെ നടുക്കിയ ഒരു കൊലപാതക കേസായി മാറി. കേസിലെ പ്രതികളെന്ന് സംശയിക്കപ്പെടുന്ന മാത്യൂസും ശർമിളയും താമസിച്ച ഈ വീട്ടിൽ കഴിഞ്ഞ 1 മാസത്തിനിടയിൽ അന്വേഷണ സംഘം ഒരു പരിശോധന പോലും നടത്തിയില്ല എന്ന ആക്ഷേപമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. അങ്ങനെ ഒരു പരിശോധന നടത്തിയിരുന്നെങ്കിൽ ഈ കൊലപാതകത്തിന്റെ ചുരുൾ നേരത്തെ അഴിക്കാമായിരുന്നു. ഇപ്പോൾ പ്രതികൾ കാണാമറയത്തേക്ക് പോകുന്നതും തടയാമായിരുന്നു. വിഷ്ണു സുരേഷിനും ഷിബിൻ ബഷീറിനുമൊപ്പം മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ. അടുത്തൊരു ജനകീയ വിഷയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കോഴിക്കോട് തിക്കോടി ടൗണിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുള്ള സമരം സംഘർഷത്തിൽ കലാശിച്ചു. സമരക്കാരും പോലീസും തമ്മിലുണ്ടായ സംഘർഷത്തിൽ നിരവധി പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവർ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലും മൂടാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലുമായി ചികിത്സയിലാണ്. ദേശീയപാത നിർമ്മാണത്തോടെ റോഡിന്റെ 2 വശങ്ങളിൽ കഴിയുന്നവർക്ക് റോഡ് മുറിച്ചു കടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. വിദ്യാർത്ഥികളും പ്രായമായവരും ഏറെ പ്രയാസപ്പെട്ടാണ് റോഡ് മുറിച്ചു കടക്കുന്നത്. പരിഹാരമായി അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാണെങ്കിലും ഇത് അംഗീകരിക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധം ശക്തമാക്കുന്നത്. പോലീസും നാട്ടുകാരും തമ്മിൽ ആദ്യം വാക്കേറ്റവും പിന്നീട് കയ്യാങ്കളിയുമായി.
നാട്ടുകാരായ 25 പേർക്ക് പരിക്കേറ്റു. തിക്കോടി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിശ്വൻ, CPIM തിക്കോടി ലോക്കൽ സെക്രട്ടറി ബിജു കളത്തിൽ, ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ നാരായണൻ, മനോജ്, സുരേഷ്, സമരസമിതി പ്രവർത്തകരായ ഷാഹിദ, സുരേഷ്, രേവതി, റഫീഖ് തുടങ്ങിയവരാണ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇവരിൽ 2 പേരുടെ പരിക്ക് ഗുരുതരമാണ്. തിക്കോടി പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല സമദ്, ജില്ലാ പഞ്ചായത്ത് അംഗം ദുൽകിഫിൽ തുടങ്ങിയവർ മൂടാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലും ചികിത്സ തേടി. പ്രകോപനമില്ലാതെ പോലീസ് മർദ്ദിക്കുകയായിരുന്നുവെന്ന് സമരസമിതി പ്രവർത്തകർ. ജനങ്ങൾ വികസനത്തിന് എതിരല്ല, വികസനം അത്യാവശ്യമാണ്. അതുപോലെ തന്നെ തിക്കോടിയിലെ ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിലുള്ള അവകാശങ്ങളുണ്ട്. ഈ അണ്ടർപാസ് ജനങ്ങൾക്ക് അനുവദിച്ച് കിട്ടുന്നത് വരെ ഞങ്ങൾ സമരം ചെയ്യുന്നതന്നെയാണ് ഉറക്കെ പ്രഖ്യാപിക്കുന്നത്. 2 വർഷമായി നീളുന്ന ഒരു സമരമാണ് ഇവിടെയുള്ളത്. തിക്കോടിയിലെ ജനങ്ങൾ, അതായത് സ്ത്രീകളും വയോധികരും കുട്ടികളും അടങ്ങുന്ന എല്ലാ ജനങ്ങളും ഈ സമരപന്തലിൽ ഉണ്ടായിരുന്നതാണ്. 2 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഈ അണ്ടർപാസ് അനുവദിച്ച് കിട്ടിയിട്ടില്ല. ഇന്നിവിടെ പണി നടക്കുന്നതറിഞ്ഞ് ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇവിടെ തടിച്ചു കൂടിയിട്ടുള്ളത്. ഇവരെ എല്ലാം അതിക്രൂരമായിട്ട് തന്നെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്തിട്ടുള്ളത്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതിന് പിന്നാലെ പോലീസ് JCB ഉപയോഗിച്ച് തിക്കോടി ടൗണിലെ സമരപന്തൽ പൊളിച്ചു നീക്കി. പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. അടിപ്പാത വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് നാട്ടുകാരും ദേശീയപാത നിർമ്മാണം തടഞ്ഞാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പോലീസും പറയുന്നു. വിഷയത്തിൽ ദേശീയപാത അതോറിറ്റിയുടെ ഇടപെടൽ അനിവാര്യമാണ്. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ പ്രതിഷേധങ്ങൾക്ക് നേരെ ഇത്തരത്തിൽ പോലീസ് നടപടി ഉണ്ടാകുമ്പോഴും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നാട്ടുകാർ. പ്രതികരണങ്ങളിലേക്ക്. കുറെ സ്കൂളുകൾ, CKG, ഹൈസ്കൂൾ, എല്ലാ സ്കൂളുകളിലും അധികം പാവപ്പെട്ട കുട്ടികളാണ് അവിടെ ഉള്ളത്. എല്ലാം പൈസക്കാര കുട്ടികളല്ല. അപ്പൊ നടന്നു പോകുന്ന കുട്ടികളാ. അവർക്ക് സമയത്തിന് സ്കൂൾ എത്തണം. ആവശ്യമുള്ള ഓരോ കാര്യങ്ങൾക്കും പൈസ ചെലവാക്കുന്നില്ല ഗവൺമെന്റ്. ആവശ്യമില്ലാത്ത സംഗതികളിൽ എല്ലാം പൈസ ചെലവാക്കുന്നു. പാവങ്ങളെ എന്തെങ്കിലും നടക്കുന്നുണ്ട് ഇവിടെ. അവിടെ 100 പ്രാവശ്യം വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാ. എത്രയോ ആൾക്കാർ അത് വീട്ടിൽ പോയിട്ട് ചികിത്സിക്കുന്നതാ. കിടപ്പ് രോഗികൾ നമുക്കറിയാലോ, നമ്മൾ കിടന്നു പോയാൽ എങ്ങനെ ഉണ്ടാവും. അപ്പൊ ഓരോരുത്തും വണ്ടി എത്തണമെങ്കിൽ ഇവിടെ ഒരു റോഡ് ആവശ്യം. 2 വർഷമായി ഇവിടെ സമരം ചെയ്യുന്നത്. ഞങ്ങൾക്ക് അടിപ്പാത അനുവദിച്ച് തന്നേ പറ്റും. ഇതിൽ മിനി ബാബു ഒരു റോഡിനെ കുറിച്ച് പറയുന്നുണ്ട്. റോഡ് നവീകരണം നടക്കുന്ന റോഡിൽ മുഴുവൻ കുഴി രൂപപ്പെട്ടിരിക്കുന്നു. 2 വീലർ യാത്രക്കാർ വല്ലാതെ ബുദ്ധിമുട്ടുന്നു എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ നമ്മുടെ അരൂർ വഴിയുള്ള ആ പാതയെ സംബന്ധിച്ചാണ് പറയുന്നത് മനസ്സിലാക്കുന്നത്. ഏത് റോഡെന്ന് കൃത്യമായി പരാമർശിച്ചിട്ടുമില്ല. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി. ഓണക്കാലത്ത് യാത്രാ തിരക്ക് കണക്കെടുത്ത് കേരളത്തിലേക്ക് 2 സ്പെഷ്യൽ ട്രെയിനുകൾ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നു. കൊച്ചുവേളി, ഹൂബ്ലി, സെക്കന്ദരാബാദ്, കൊല്ലം എന്നീ ട്രെയിനുകളാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. AV ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജയശങ്കർ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതായത് ഓണക്കാലത്ത് മലയാളികൾ നാട്ടിലെത്താൻ വലിയ തോതിൽ പ്രയാസം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് 2 സ്പെഷ്യൽ ട്രെയിനുകൾ കൂടി റെയിൽവേ നിലവിൽ അനുവദിച്ചിരിക്കുന്നത്. കൊച്ചുവേളി ഹൂബ്ലി എക്സ്പ്രസ് സ്പെഷ്യലും സെക്കന്ദരാബാദ് കൊല്ലം ഫെസ്റ്റിവൽ സ്പെഷ്യൽ ട്രെയിനുകളാണ് അനുവദിച്ചിരിക്കുന്നത്. ഈ കൊച്ചുവേളി ഹൂബ്ലി എക്സ്പ്രസ് കർണാടകയിൽ നിന്നാണ് കേരളത്തിലെത്തുന്നത്. ഇത് കൂടുതൽ മലയാളികൾക്ക് പ്രയോജനപ്രദമാകും. ഒപ്പം തന്നെ ഈ കൊല്ലത്തേക്ക് എത്തുന്ന സെക്കന്ദരാബാദിൽ നിന്ന് എത്തുന്ന ട്രെയിനിലും കൂടുതൽ പേർക്ക് കേരളത്തിൽ എത്താൻ സാധിക്കും. ഇതുവരെ റെയിൽവേ 12 സ്പെഷ്യൽ ട്രെയിനുകളാണ് ഈ ഫെസ്റ്റിവൽ സീസണുമായി ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് എത്തിക്കുന്നത്. ഈ ഹൂബ്ലി എക്സ്പ്രസ് 13-ന് കൊച്ചുവേളിയിലേക്ക് തിരിക്കും, 14-ന് തിരിച്ചും ഒരു സർവീസ് ഉണ്ട്. മറ്റേ സെക്കന്ദരാബാദ് കൊല്ലം ഫെസ്റ്റിവൽ ട്രെയിൻ 13, 15 തീയതികളായി 2 സർവീസുകളാണ് നടത്തുന്നത്. എന്തായാലും യാത്രാക്ലേശം പരിഹരിച്ചുകൊണ്ട് ഓണം ആഘോഷമാവുന്നതിന് മുമ്പ് കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കുമെന്നാണ് നിലവിൽ റെയിൽവേ പറയുന്നത്. അപ്പോഴും മിക്ക ട്രെയിനുകളിലും റിസർവേഷൻ ഏറെക്കുറെ പൂർണ്ണമായ അവസ്ഥയിലാണ്. യാത്രക്കാർ ശരി ജയശങ്കർ, ഏതായാലും ഓണക്കാല തിരക്ക് കണക്കിലെടുത്താണ് കൊച്ചുവേളി ഹുബ്ബള്ളി ട്രെയിനും സെക്കന്ദരാബാദ് കൊല്ലം ഫെസ്റ്റിവൽ ട്രെയിനും കൂടി ഇപ്പോൾ വരുന്നത് എന്നാണ് AV ജയശങ്കർ അറിയിക്കുന്നത്. മലപ്പുറം മൊറയൂർ വാലഞ്ചേരിയിൽ സ്വകാര്യ ബസ്സും ഓട്ടോറിക്ഷയും പെട്ടി ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച അപകടം. ഓട്ടോ യാത്രികരായ ആനക്കയം സ്വദേശികൾക്ക് പരിക്കേറ്റു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. വിപിൻ C വിജയനുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. വിപിൻ, ഇത് എപ്പോഴായിരുന്നു അപകടം? എന്തൊക്കെയാണ് വിവരങ്ങൾ?
ഉന്മേഷ്, കൊണ്ടോട്ടി ഭാഗത്ത് നിന്ന് സ്ക്രാപ്പ് കയറ്റി വന്ന ഗുഡ്സ് ഓട്ടോയും ഈ മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോടേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സുമാണ് വാലഞ്ചേരിയിൽ വെച്ച് കൂട്ടിയിടിച്ചത്. ഉച്ചയ്ക്ക് ഏകദേശം ഒരു 2:15 കൂടിയായിരുന്നു ഈ അപകടം നടന്നത്. ഇരു വാഹനങ്ങളും കൂട്ടിയിടിച്ചപ്പോൾ ഈ ഓട്ടോയുടെ പിറകിൽ വരികയായിരുന്ന ഇരുചക്ര വാഹനവും അപകടത്തിൽപ്പെട്ടു. ഇതിലെ യാത്രികനും പരിക്കേറ്റിട്ടുണ്ട്. ഈ ഗുഡ്സ് ഓട്ടോയിൽ ഉണ്ടായിരുന്ന മഞ്ചേരി ആനക്കയം സ്വദേശികൾക്ക് കാലിനും തലയ്ക്കുമാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇവരെ രണ്ടുപേരെയും ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. അവിടെ പ്രവേശിപ്പിച്ചു. ഒപ്പം തന്നെ ഈ ഇരുചക്ര യാത്രികരെ പരിക്ക് നിസാരമാണ്. ഏകദേശം 2:15 കൂടിയാണ്. ഒരുപാട് വാഹനങ്ങൾ വരുന്ന ഒരു റോഡ് കൂടിയാണ്, ദേശീയപാതയാണ്. അവിടെയാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. മറ്റു വാഹനങ്ങൾ കൂടി അപകടത്തിൽപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ബൈക്ക് ഇതിൽ അപകടത്തിൽപ്പെടുകയും ചെയ്തിരിക്കുന്നത്. 2 പേർക്കാണ് ഇപ്പോൾ ഈ അപകടത്തിൽ പരിക്ക് പറ്റിയിരിക്കുന്നത്. ഉന്മേഷ്. ശരി, വിപിൻ സി വിജയനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. 2 ജനകീയ വിഷയങ്ങൾ പ്രേക്ഷകർ ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിലൊന്ന്, തൃപ്പൂണിത്തുറ SN ജംഗ്ഷനിലുള്ള മേൽപ്പാലത്തിലെ വിള്ളലുകൾ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുവെന്ന് രവികുമാർ PB അറിയിക്കുന്നു. ഇതുമൂലം പേട്ട വരെ വൈകുന്നേരങ്ങളിൽ വലിയ ബ്ലോക്ക് ഉണ്ടാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരു കാര്യം റീന സതീശനാണ് അറിയിക്കുന്നത്. കണ്ണൂർ പയ്യന്നൂർ റൂട്ടിൽ ഹെവി ഹൈവേയുടെ അപ്രോച്ച് റോഡ് മഴ പെയ്തതോടുകൂടി പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. എല്ലാതരം വാഹനങ്ങളും അതിലൂടെ കടന്നു പോകുന്നത് ദുഷ്കരമായ സാഹചര്യത്തിലൂടെയാണ് എന്ന് റീന സതീശനും അറിയിക്കുന്നുണ്ട്. 2 ജനകീയ വിഷയങ്ങളാണ്. അധികൃതർ ആ വിഷയത്തിൽ ഇടപെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അടുത്തൊരു റിപ്പോർട്ടിലേക്ക്. സ്വന്തം അധ്വാനത്തിൽ നിന്ന് ക്ഷേമനിധി വിഹിതം അടച്ചിട്ടും അർഹതപ്പെട്ട പെൻഷനായി സർക്കാരിനോട് യാചിക്കുകയാണ് സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ. ഓണക്കാലമായിട്ടും 1 രൂപ പോലും പെൻഷനായി തൊഴിലാളികൾക്ക് ലഭിച്ചിട്ടില്ല. സെസ് പിരിക്കുന്നില്ലെന്ന് കാണിച്ചാണ് സർക്കാർ 13 മാസമായി തൊഴിലാളികൾ അടച്ച വിഹിതമോ അവരുടെ പെൻഷനോ നൽകാൻ തയ്യാറാകാത്തത്. പെൻഷന് അപേക്ഷിച്ചവരുടെ അപേക്ഷ പോലും പരിഗണിക്കാതെയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പ്രവർത്തിക്കുന്നത്. പൊരിവെയിലത്ത് അധ്വാനിച്ച് കിട്ടിയ കൂലിയിൽ നിന്നാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ സർക്കാരിലേക്ക് ക്ഷേമനിധി അംശാദായം അടച്ചത്. പെൻഷനായിട്ട് പോലും നിരവധി തൊഴിലാളികൾക്കാണ് അംശാദായമായി നൽകിയ തുക പോലും തിരികെ നൽകാൻ സർക്കാർ തയ്യാറാകാത്തത്. വലിയൊരു നീതികേട് കൂടിയാണ് തൊഴിലാളി വിഭാഗത്തോട് സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 3 ലക്ഷത്തിലധികം പെൻഷൻകാരുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡാണ് തൊഴിലാളികളോട് കടുത്ത തൊഴിലാളി വിരുദ്ധ സമീപനം കാണിക്കുന്നത്. പൊരിവെയിലത്തും മഴയത്തും പണിയെടുത്ത് കിട്ടിയ കാശിൽ നിന്ന് അംശാദായം അടച്ച പൈസ പോലും പെൻഷനായിട്ടും ക്ഷേമനിധി ബോർഡ് തൊഴിലാളികൾക്ക് തിരിച്ചു നൽകുന്നില്ല. പെൻഷൻ അപേക്ഷ നൽകിയവരുടെ അപേക്ഷ പോലും ജില്ലാ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുകയാണ്. തൊഴിലാളികൾക്ക് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നില്ല എങ്കിലും ക്ഷേമനിധി ബോർഡ് ഉദ്യോഗസ്ഥർക്ക് എല്ലാ മാസവും കൃത്യമായി ശമ്പളം ലഭിക്കുന്നുണ്ട്. ഒരു 2-3 മാസം കഴിയുമ്പോൾ 1 മാസത്തെ പെൻഷൻ മാത്രമാണ് ഞങ്ങൾക്ക് തരുന്നത്. ബാക്കി ഇങ്ങനെ കുടിശ്ശിക പെൻഷനായിട്ട് ഇപ്പോൾ 15 മാസമായി അതിങ്ങോട്ട് തരുന്നില്ല. ഇത് നമ്മൾ ഗവൺമെന്റിന്റെ പൈസയല്ല, ഞങ്ങൾ അടക്കുന്ന പൈസയിൽ നിന്നും ഗവൺമെന്റ് കെട്ടിടത്തിൽ നിന്ന് പിരിക്കുന്ന സെസ്സിൽ നിന്ന് തരേണ്ട ഗവൺമെന്റിന്റെ പൈസ അല്ല ഇത്. അപ്പോൾ അതുപോലും ഞങ്ങൾക്ക് തരാത്ത അവസ്ഥ. അതുപോലെ തന്നെ ആനുകൂല്യങ്ങൾ കഴിഞ്ഞ 2023 മാർച്ചിന് ശേഷം ഒരു ആനുകൂല്യങ്ങളും കൊടുത്തിട്ടില്ല. വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയിൽ 13 മാസത്തെ കുടിശ്ശിക പെൻഷൻ ഇനത്തിൽ മാത്രമുണ്ട് എന്നാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വ്യക്തമാക്കുന്നത്. തൊഴിലാളികൾക്ക് പെൻഷൻ നൽകാനായി വേണ്ട 800 കോടി രൂപ സെസ് പിരിവ് നടക്കാത്തതുകൊണ്ട് കിട്ടുന്നില്ല എന്നും ന്യായം കണ്ടെത്തുന്നു. സർക്കാർ ജീവനക്കാർ ചെയ്യേണ്ട ജോലി ഇനി പെൻഷൻ വാങ്ങേണ്ട തൊഴിലാളികൾ ചെയ്യണോ എന്നാണ് തൊഴിലാളികൾ ചോദിക്കുന്നത്. സാമൂഹിക സുരക്ഷാ പെൻഷൻ അടക്കം നൽകാൻ സർക്കാർ വലിയ താല്പര്യം കാണിക്കുമ്പോഴാണ് അധ്വാനിച്ച പണം സർക്കാരിന് നൽകിയിട്ടും വയസ്സാങ്കാലത്ത് അതുകൊണ്ട് ഒരു ഗുണം പോലുമില്ലാതെ തൊഴിലാളികൾ ദുരിതത്തിലാകുന്നത്. ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ മറുപടി നൽകിയിരിക്കണ ഈ സെസ് പിരിക്കണതിൽ കാര്യമായിട്ട് നടക്കണില്ല എന്നാണ്. അത് പിരിക്കാത്തതിന് ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥർക്ക് തന്നെയാണ്. അപ്പോൾ കൃത്യമായിട്ട് സെസ് പിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ അവരടച്ചിരിക്കുന്ന അംശാദായം ഉൾപ്പെടെയുള്ള തുകയാണ് അവർക്ക് മാസം ഒരു 1600 പെൻഷൻ കിട്ടുന്നത്. മാസം ഒരു 50 രൂപ അംശാദായം അടയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ഇവർക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും അവർ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. അവർക്ക് ഓണത്തിന് അവരുടെ എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ കൊടുക്കുന്നുണ്ട്. ഓണക്കാലത്ത് പോലും 1 രൂപ പോലും കിട്ടാതെ നരകിക്കുകയാണ് തൊഴിലാളികൾ. കിട്ടാത്ത കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ അനുവദിച്ചു എന്ന പേരിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനും ഇവർക്ക് പകുതി പോലും ലഭിക്കുന്നില്ല. തൊഴിലാളി വർഗ പാർട്ടി ഭരിക്കുമ്പോഴാണ് തൊഴിലാളികൾ തന്നെ കടുത്ത അനീതി നേരിടുന്നതെന്നാണ് ശ്രദ്ധേയം. ഈ ഓണക്കാലത്തെങ്കിലും പെൻഷൻ ഇനത്തിൽ 1 രൂപയെങ്കിലും നൽകാൻ സർക്കാർ തയ്യാറാകുമോ എന്നും തൊഴിലാളികൾ ചോദിക്കുന്നു. 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. കഴിഞ്ഞ ഓണക്കാലത്ത് മുടങ്ങിയ പെൻഷനാണ് ഈ കൊല്ലമായിട്ടും കിട്ടിയിട്ടില്ല. പട്ടിണി കിടന്ന് ഓണം ആഘോഷിക്കേണ്ട അവസ്ഥയാണ് എന്ന് തൊഴിലാളികൾ പറയുന്നു. ഈ ഓണത്തിന് പെൻഷൻ കിട്ടിയില്ലെങ്കിൽ ശരിക്കും ഞങ്ങളുടെ വീട്ടിൽ പട്ടിണിയായിരിക്കും. ഞാൻ ഒരാൾ മാത്രമേ എൻ്റെ വീട്ടിലുള്ളൂ, എൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഓണത്തിനെങ്കിലും പെൻഷൻ ഈ കുടിശ്ശിക അടക്കം കിട്ടിയാൽ ഞങ്ങൾക്ക് മരുന്ന് മേടിക്കാനും മറ്റുള്ള ആവശ്യങ്ങൾക്കും വേണ്ടി നടക്കുന്നു. വളരെ ദുരന്തത്തിലാണ്.
ഒരു കാര്യം പറയാം സാർ, ക്ഷേമനിധി ഓഫീസിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് കറക്റ്റായിട്ട് ശമ്പളം കൊടുക്കാം. ക്ഷേമനിധിയിൽ നിക്ഷേപിച്ചിട്ടുള്ള തൊഴിലാളികൾക്ക് 5 പൈസയുടെ ഉപകാരമില്ലാത്ത ക്ഷേമനിധിയാണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത്. അത് തൊഴിലാളികളെ അങ്ങേയറ്റം നിരാശയാക്കുന്ന ഒരു രീതിയാണ് ഇപ്പം നിലവിലുള്ളത്. ഇനി ക്ഷേമനിധിയിൽ ചേരണോ ഇല്ലയോ എന്നാണ് പുതിയ തലമുറ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ കഷ്ടം തന്നെയാണ്. ഞങ്ങളുടെ ഒരു സുഹൃത്ത് കൈയൊടിഞ്ഞ് നിലപ്പുറത്തുനിന്ന് കൈയൊടിഞ്ഞ് താഴ്ത്തി എഴുന്നിട്ട് ചികിത്സ മെഡിക്കൽ സ്ട്രെച്ചിൽ കൊടുത്തിട്ട് 2.5 ലക്ഷം രൂപയോളം ചിലവായി. അത് പാസ്സായി വന്ന ക്ഷേമതയിൽ കൊണ്ട് അപേക്ഷ കൊണ്ട് കൊടുത്ത് പാസ്സായി വന്ന ഇപ്പോൾ 10,000 രൂപയോളം പാസ്സായി. അത് ഒരു 6 മാസമായിട്ടും കിട്ടിയിട്ടില്ല. ഞാൻ പെൻഷനായിട്ട് 10 മാസം കഴിഞ്ഞു. പെൻഷൻ അപേക്ഷ കൊടുത്തിട്ട് പെൻഷൻ അനുവദിച്ചെന്നുള്ള പാസ് പോലും വന്നിട്ടില്ല. അടച്ച പൈസ പോലും തരാത്ത അവസ്ഥ. എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നപ്പോൾ 3 മാസത്തിൽ പൈസ പാസ്സായി തന്നിരുന്നത്. ഇപ്പോൾ മോള് പ്രസവിക്കാറായിട്ട് പോലും ആ പൈസ കിട്ടിയിട്ടില്ല. മരുന്നിന് പോലും പൈസ ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം ഈ പ്രായമായ ഞങ്ങൾക്ക് വേറെ ഒരു മാർഗവുമില്ല, തൊഴിലില്ല. ഈ പൈസ കിട്ടിയിരുന്നെങ്കിൽ മരുന്ന് വാങ്ങിക്കാനും ഒരു ചായയെങ്കിലും കുടിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നു. അപ്പോൾ തൊഴിലാളികളുടെ ദുരിതം അത് സർക്കാർ കാണുമെന്നാണ് പ്രതീക്ഷ. ശിവകുമാർ പറയുന്നുണ്ട് സർക്കാർ കെട്ടിട നിർമ്മാണ തൊഴിലാളികളെ വഞ്ചിക്കുന്നുവെന്നാണ് ഈ റിപ്പോർട്ട് കണ്ടതിന് ശേഷം പറയുന്നത്. പെൻഷൻ, കൂലി, തൊഴിലാളികളുടെ പ്രശ്നം എന്ന് തീരും അധികാരി വർഗ്ഗങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ എന്നുള്ള ചോദ്യം കൂടി ഇപ്പോൾ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പൊതുജന കഴുതേലസർ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇനി പറയാൻ പോകുന്നത് ജലവിഭവ വകുപ്പിന്റെ കടുത്ത അനാസ്ഥയുടെ ഒരു വാർത്തയാണ്. ജലവിതരണ പദ്ധതിക്കായി റോഡ് കുത്തിപ്പൊളിച്ച് 2 മാസം കഴിഞ്ഞിട്ടും ജലവിഭവ വകുപ്പ് തിരിഞ്ഞു പോലും നോക്കാത്ത ഒരു റോഡാണിത്. ശബരിമല തീർത്ഥാടകരടക്കം 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന തൊടുപുഴ എരുമേലി സംസ്ഥാന പാതയിലാണ് ഈ ദുരവസ്ഥ. 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന വഴി കുണ്ടും കുഴിയുമായി കിടക്കുകയാണ്. റോഡ് നന്നാക്കാനുള്ള ഉത്തരവാദിത്തം ബോർഡിൽ മാത്രം പോരാ. ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ തൻ്റെ മണ്ഡലത്തിലേക്ക് ആഴ്ചയിൽ 1 ദിവസമെങ്കിലും പോകുന്ന വഴിയാണ് ഈ നിലയിൽ കിടക്കുന്നത്. മുട്ടം തോട്ടുങ്കര മുതൽ ചള്ളാവയൽ വരെയുള്ള ഭാഗത്ത് 1 കിലോമീറ്റർ ദൂരത്തിൽ മീനച്ചൽ ശുദ്ധജല വിതരണ പദ്ധതിക്കായാണ് സംസ്ഥാന പാത കുത്തിപ്പൊളിച്ച് പൈപ്പിട്ടത്. പണി തുടങ്ങുമ്പോൾ തന്നെ റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുമെന്നായിരുന്നു വാക്ക്. പക്ഷേ ഒന്നും നടന്നില്ല. 2 മാസത്തിലേറെയായി റോഡിന്റെ പകുതിയോളം കുണ്ടും കുഴിയുമായി കിടക്കുകയാണ്. തൊടുപുഴയിൽ നിന്ന് എരുമേലിയിലേക്കുള്ള പ്രധാന പാതയാണിത്. കോട്ടയം മെഡിക്കൽ കോളേജ്, പാലാ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് നിരവധി ആളുകൾ ദിനംപ്രതി യാത്ര ചെയ്യുന്ന വഴിയാണ് നാട്ടുകാരുടെ നടുവൊടിച്ച് തകർന്നു കിടക്കുന്നത്. ഒന്നും പറയണ്ട, ആകെ ഞങ്ങളെല്ലാം വെട്ടി കിടക്കുകയാണ്. ഈ ഏകദേശം ഒരു 2.5 മാസമായി ഇത് അനുവദിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ എൻ്റെ ഓട്ടോറിക്ഷയുടെ തന്നെ ഫ്രണ്ട് പോയി കിടന്നിട്ട് കഴിഞ്ഞ ദിവസം പണിത് 2,500 രൂപ പോയി. ഇപ്പം ബാക്ക് സൈഡിലൊരു വീല് അതിപ്പോൾ വീൽ വർക്ക് പോയി കിടക്കുക. അത് ഇനി വർക്ക്ഷോപ്പിൽ കയറ്റുമ്പോൾ ഏകദേശം 1,500 രൂപയാവും. ഇത് ഞങ്ങൾ ഓടിക്കിട്ടുന്ന പൈസ മുഴുവൻ വർക്ക്ഷോപ്പിൽ കൊടുക്കാൻ പോലും തികയുന്നില്ല. ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ. അതുപോലെ ഒരു രോഗിയും കൊണ്ട് പോകാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം വഴി ബ്ലോക്ക് ആകുന്നു, പിന്നെ കുഴി ചാടുന്നു. അത് ആൾക്കാരുടെ നടുവിന് പ്രശ്നം, വണ്ടിയുടെ എല്ലാത്തിനും മൊത്തം പ്രശ്നങ്ങളാണ്. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞ് ഇത് നന്നാക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ പോയാൽ ഞങ്ങൾ മിക്കവാറും ഓട്ടോറിക്ഷ സമരത്തിലേക്ക് പോകേണ്ടി വരും. കാരണം ഞങ്ങൾ ഓടിക്കിട്ടുന്ന വരുമാനം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ പണിയെടുത്തിട്ട് കാര്യമില്ലല്ലോ. റോഡിലെ പൊളിഞ്ഞ ഭാഗം ഒഴിവാക്കി വാഹനങ്ങൾ ഒരേ ദിശയിൽ വരുമ്പോൾ അപകടമുണ്ടാവുന്നതും ഗതാഗത തടസ്സവും പതിവാണ്. റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ജലജീവൻ മിഷൻ ഓഫീസിലും വാട്ടർ അതോറിറ്റിയിലും പരാതി നൽകിയെങ്കിലും ശാശ്വതമായ പരിഹാരം ഉണ്ടായിട്ടില്ല. റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കുന്നതിൽ അധികൃതർ ഉടൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. വെള്ളവും വഴിയും ജനങ്ങളുടെ അവകാശമാണ്. കുടിവെള്ള പദ്ധതിക്കായി റോഡ് കുത്തിപ്പൊളിച്ചു. പദ്ധതി യാഥാർത്ഥ്യമായില്ല. റോഡും ശരിയാക്കിയിട്ടില്ല. ജനങ്ങളുടെ ദുരിതത്തിന് യാതൊരു പരിഹാരവുമില്ല. MD അധീഷിനൊപ്പം എബിൻ ജോസ്, 24 തൊടുപുഴ. പൊതുജനം കഴുതയല്ല സാർ. നാട്ടുകാർക്ക് കടുത്ത പ്രതിഷേധമാണ് ഇതിലുള്ളത്. പ്രതികരണങ്ങളിലേക്ക്. നാട്ടുകാർ പറയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പണിപ്പിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവർ പറഞ്ഞാൽ ഇനി ഇതിനേക്കാളും കൂടുതൽ കൊള്ളാവും. പരാതിപ്പെട്ടായിരുന്നു, അന്നേരം 2 ലോഡ് മക്കിട്ടു. അത് ഏറ്റവും കൂടുതലുള്ളടത്ത്. അത് കഴിഞ്ഞ് പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം, നമ്മുടെ ഇടുക്കി ജില്ലയിലെ മന്ത്രിയായ റോഷി അഗസ്റ്റിന് ഈ വഴിക്ക് എല്ലാ ഞായറാഴ്ചയും അതുപോലെ തന്നെ അവരുടെ നിയോജകമണ്ഡലത്തിലേക്ക് രാമപുരത്തുനിന്ന് ഈ വഴി കടന്നു പോകുന്നതാണ്. ആ സമയത്തൊക്കെ ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങളെ കൈ പൊക്കി കാണിച്ചങ്ങ് പോകുന്നല്ലാതെ
ഇതിനു വേണ്ടിയിട്ട് യാതൊരു കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ദയനീയമായ ഒരു കാര്യമാണ്. 2 മാസമല്ല, ശരിക്കും പറഞ്ഞാൽ അതിന് മുകളിലായി. ഇവർ ഞാൻ എല്ലാ സർവകക്ഷി യോഗത്തിലും പങ്കെടുത്ത ആളാണ്. അവരുടെ ഉറപ്പുകളെല്ലാം ഓരോ പൈപ്പ് ഇടുമ്പോഴും ഈ കുഴി നികത്തി ശരിയാക്കി തരുമെന്നുള്ളതായിരുന്നു. ഓരോ 300 മീറ്റർ കഴിയുമ്പോൾ ടാർ ചെയ്തു തരുമെന്നായിരുന്നു അവരുടെ ഉറപ്പ്. ഇത് കംപ്ലീറ്റ് ചള്ളാവിൽ വരെയുള്ള കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ബാക്കി തുടങ്ങുള്ളൂ എന്നും പറഞ്ഞു. ഈ ഉറപ്പുകളൊന്നും അവർ പാലിക്കുന്നില്ല. അപ്പോൾ മന്ത്രി റോഷി അഗസ്റ്റിൻ തന്നെ വിഷയത്തിൽ ഇടപെടും അടിയന്തര പരിഹാരമുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതോടെ പൊതുജനം കരുതൽ എന്ന പരിപാടി പൂർത്തിയാകുന്നു.